ഹെൽത്തി കിഡ്സ് ഈ രണ്ട് പുസ്തകങ്ങളാണ് SCERT തയ്യാറാക്കിയിരിക്കുന്നത്. ഈ പുസ്തകങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല, കുട്ടികളെ ആരോഗ്യ കായിക വിദ്യാഭ്യാസത്തിനായി അധ്യാപകരെ പ്രാപ്തരാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കൈപ്പുസ്തകങ്ങൾ. രാജ്യത്ത് ആദ്യമായാണ് ഒരു സംസ്ഥാനം പ്രൈമറി തലത്തിൽ കായികം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നത്. ആരോഗ്യ കായിക മേഖലയിലെ ഒരു സംഘം വിദഗ്ധരാണ് പുസ്തകം തയ്യാറാക്കിയത്. 1ഉം 2ഉം ക്ലാസ്സിനും 3ഉം 4ഉം ക്ലാസ്സിനും വെവ്വേറെ കൈപ്പുസ്തകങ്ങളായാണ് ഹെൽത്തി കിഡ്സ് പ്രസിദ്ധീകരിക്കുന്നത്. പൊതുവിദ്യാഭ്യാസ വകുപ്പും കായിക വകുപ്പും കൂടി സംയുക്തമായിട്ട് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ്. അപ്പോൾ 1 മുതൽ 4ആം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ കായികക്ഷമത വർദ്ധിപ്പിക്കുക, അവരുടെ എല്ലാ തരത്തിലുമുള്ള ശാരീരികവും മാനസികവുമായിട്ടുള്ള വളർച്ച ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു വളരെ നല്ല രീതിയിൽ തയ്യാറാക്കപ്പെട്ടിട്ടുള്ള ഒരു പദ്ധതിയാണ് നമ്മുടെ ഹെൽത്തി കിഡ്സ് എന്നുള്ള പദ്ധതി. LP വിഭാഗത്തിലെ അധ്യാപകർക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ കായികാധ്യാപകരുടെയും മറ്റ് വിദഗ്ധരുടെയും നേതൃത്വത്തിൽ പരിശീലനം നൽകും. ഈ പരിശീലനം 2 മാസം കൊണ്ട് പൂർത്തീകരിക്കാൻ സാധിക്കും. ഉപജില്ലാ തലത്തിൽ തിരഞ്ഞെടുത്ത ഒരു കായികാധ്യാപകന് പദ്ധതിയുടെ ചുമതല നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഈ അധ്യയന വർഷം മുതൽ LP തലത്തിൽ ഹെൽത്തി കിഡ്സ് പാഠ്യവിഷയമാകും. ഒരു അധ്യയന വർഷത്തിൽ 100-നോടടുത്തിട്ടുള്ള പീരീഡുകളെ നമുക്ക് ഇതിലേക്ക് ഭാഗമാക്കി മാറ്റാൻ കഴിയും. ആ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ സ്കൂളുകളുടെ അന്തരീക്ഷം, കുട്ടികളുടെ കായികക്ഷമത, അവരുടെ എല്ലാ തരത്തിലുമുള്ള ഒരു ഹാപ്പിനെസ് കരിക്കുലം പോലെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മുടെ വിദ്യാലയത്തിൻ്റെ അന്തരീക്ഷമാകെ മാറുമെന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കണക്കാക്കുന്നത്. പ്രൈമറി തലത്തിൽ അനുവദിച്ചിട്ടുള്ള കായിക വിദ്യാഭ്യാസ പീരീഡുകളാണ് ഹെൽത്തി കിഡ്സിനായി ഉപയോഗിക്കുന്നത്. കേരളത്തിലെ എല്ലാ പ്രൈമറി വിദ്യാലയങ്ങളിലും ഈ പദ്ധതി നടപ്പിലാക്കും. വിദ്യാഭ്യാസ കായിക രംഗത്ത് സുപ്രധാന ചുവടുവയ്പാകും ഹെൽത്തി കിഡ്സ് പദ്ധതി. സ്കൂൾ പാഠ്യപദ്ധതി പരിഷ്കരണത്തിന്റെ ഭാഗമായി രക്ഷിതാക്കൾക്കുള്ള കൈപ്പുസ്തകവും ഉടൻ വരും. TS ഹരികൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.